ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളൊക്കെ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. ഇപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയ വീഡിയോ ആണ്. അത് കുറച്ച് ലേറ്റായിപ്പോയി ഇടാൻ. ഞങ്ങളപ്പം കൊച്ചി പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ കൊച്ചി പോകാൻ പറ്റിയില്ല. കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾ കൊച്ചി പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ചേട്ടൻ താമസിച്ചായിരുന്നു, ഞങ്ങൾ നൈറ്റാണ് ഇറങ്ങിയത്. അപ്പം ലേറ്റായിട്ടാണ് വന്നത്. പുള്ളിക്കാരന് മാത്രമല്ല, എനിക്കും പകുതി വഴി എത്തിയപ്പോഴത്തേനും ഭയങ്കര തണുപ്പും കാര്യങ്ങളും. അപ്പോൾ ചേട്ടന് ചെറിയ തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങ് വരെ പോയി കഴിഞ്ഞാൽ പനി ആവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലെത്തിയപ്പോഴാണ് ഞങ്ങളൊരു വ്യൂ കണ്ടത്. അവിടുത്തെ റൈഡിൻ്റെയും ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചി വരെ പോകണോ? എനിക്കാണെങ്കിൽ ഭയങ്കര തണുപ്പും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ കയറിയാൽ പോരേ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എങ്കിൽ മതിയെങ്കിൽ ഇവിടെ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കഴിച്ചിട്ട് വന്നിട്ട് നേരെ ആലപ്പുഴ ബീച്ചിൽ പോയി ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ കയറി. ഞങ്ങൾ എന്തായിരുന്നു മന്തിയാണ് പറഞ്ഞത്. ഞാൻ എവിടെ പോയാലും മന്തിയേ കഴിക്കത്തുള്ളൂ. ഞാനൊരു മന്തി ഭ്രാന്തിയാണ് ഗൈസ്. എവിടെ പോയാലും ഞാൻ മന്തി കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ മന്തിയൊക്കെ വന്ന് ഞങ്ങൾ എന്ത് ഓർഡർ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ച് പോയാലും ഞാൻ അവസാനം മന്തിയിലേ ചെന്ന് നിൽക്കത്തുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് ആലപ്പുഴയിലോട്ട് പോവാം. ആലപ്പുഴ ബീച്ചിൽ പോവാം. അവിടെ പോകാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടെ ആലപ്പുഴ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ചെന്നപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ കൊച്ചിയിൽ തന്നെ പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. അതായിരുന്നു നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പം കുഴപ്പമൊന്നുമില്ല, കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയൊന്നുമില്ല. ചേച്ചി കൊച്ചി തന്നെ പോയാൽ മതിയായിരുന്നു വിചാരിച്ചു. ചേട്ടനും പറഞ്ഞു കൊച്ചി പോയാൽ മതിയായിരുന്നു. കാര്യം ഞങ്ങൾ ഓൾറെഡി ലേറ്റായിട്ട് ഇറങ്ങിയത്. പിന്നെ അവിടെ കഴിച്ച് പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല ലേറ്റായി. എന്തായാലും ഇപ്പോൾ കൊച്ചി ചെല്ലുമ്പോഴത്തേനും 12 മണിയോടൊക്കെ അടുക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ നിന്നു. അവിടെ ചെന്നപ്പം അവിടെ ഒരു ഡാൻസൊക്കെ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. അക്വേറിയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഞങ്ങൾ കയറിയില്ല, നേരത്തെ കയറിയിട്ടുള്ളതുകൊണ്ട്. പിന്നെ കുറേ പിള്ളേർ ഇന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് കുറേ നാളായി ഞാൻ കേട്ടോ. ഈ ഹൈഡ്രജൻ ബലൂണില്ലേ, പണ്ട് ഞാൻ കണ്ട ഈ ലവിൻ്റെ, പിന്നെ ഞാനിപ്പോഴാണ് കാണുന്നത്. അപ്പം അതേലെ ഞാൻ ഒരെണ്ണം വാങ്ങി. എന്നിട്ട് ഈ റൈഡ് കണ്ടോ, എനിക്ക് ഇതിൽ കയറാനായിരുന്നു ആഗ്രഹം. അവിടെ ചെന്ന് വെറുതെ വാങ്ങി നോക്കിയപ്പോൾ ഞാൻ റൈഡിൽ കയറാം. അപ്പോൾ ഈ റൈഡിൽ കയറാനായിരുന്നു ആഗ്രഹം. പക്ഷേ ചേട്ടൻ പറഞ്ഞു, വേണ്ട ഇതിനകത്ത് കയറി എന്തായാലും ചാവുമെന്ന് പറഞ്ഞ് ചേട്ടന് പേടിയായിപ്പോയി. പിന്നെ ഞങ്ങൾ സ്ഥിരം കയറുന്ന ഒരു റൈഡുണ്ട്, അത് താറാവ്. അതിലവനും കയറാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഈ വട്ടം അവൻ പേടിച്ചില്ല. അവന് അനങ്ങാപ്പാറ പോലെ ഇരുന്നു. പക്ഷേ ഞാൻ ശരിക്കും പേടിച്ചു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എനിക്ക് താറാവിൽ കയറാൻ. പക്ഷേ എനിക്ക് താറാവിൽ കയറാൻ മൂടില്ലായിരുന്നു. എനിക്ക് മറ്റേ റൈഡിൽ കയറാനായിരുന്നു ആഗ്രഹം. അതിനകത്ത് കിടന്ന് അലർന്നൊക്കെ കേട്ടിട്ട് എനിക്കിത് കയറാനിട്ട് വയ്യായിരുന്നു. പക്ഷേ കയറ്റിയില്ല എന്നെ. പോട്ടെ. എന്നിട്ട് ഇതിൽ കയറാൻ നിന്നു. ഇതിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ക്യൂ കാണണമായിരുന്നു. എൻ്റെ ദൈവമേ, ഇതിൽ കയറാനുള്ള ക്യൂ എന്തോരം ആൾക്കാരായിരുന്നു. ഞങ്ങളെങ്ങാണ്ട് നിന്ന് കുറേ ക്ഷീണിച്ച് ആ ക്യൂവിൽ. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് കയറി കഴിഞ്ഞ് ചേട്ടൻ ഒരുമാതിരി അനങ്ങാപ്പാറ പോലെ ഇരിക്കുക. ഞാനാണെങ്കിൽ അലറി പോയി. കാര്യം ഇതിലും എനിക്ക് തോന്നുന്നു, ഞാൻ ഫസ്റ്റ് ടൈം ചേട്ടനെ കൊണ്ട് കയറിയപ്പോൾ ചേട്ടൻ ഭയങ്കര അലമ്പായിരുന്നു. രണ്ടാമത്തെ വട്ടവും കയറിയപ്പം ഞാൻ പേടിച്ചു. പക്ഷേ ചേട്ടനും പേടിച്ചു. പക്ഷേ ഈ വട്ടം ഞങ്ങൾ 3 വട്ടം കണ്ടാൽ 3ാമത്തെ വട്ടം കയറുന്നത് കേട്ടോ. ഈ വട്ടം ചേട്ടൻ ഒരു കുഴപ്പമില്ലാതിരുന്നു. എന്നിട്ട് റൈഡിലൊക്കെ കയറി കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ ബീച്ചിൻ്റെ ആ സൈഡിലോട്ട് പോയി. അവിടോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പക്ഷേ ഞങ്ങൾ വെള്ളത്തിലിറങ്ങില്ല കേട്ടോ. തിരിച്ച് ഇങ്ങനെ ഞങ്ങളുടെ വീട് വരെ യാത്രയുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. വെള്ളത്തിലിറങ്ങാതെ അവിടെയൊക്കെ കറങ്ങി അടിച്ചിരുന്ന് പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫോണൊന്നും താഴെ വീണായിരുന്നു. അപ്പം എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഐസ്ക്രീം കഴിക്കാൻ കൊതി വന്നു. പിന്നെ പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് പിന്നെ ആ പരിപാടി അവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ അതൊന്നും പക്ഷേ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നപ്പോൾ എന്തോ 3 മണി 2 മണി 2:30 എങ്ങാണ്ടായി. 2:30-3 മണിയോളം അടുത്തു. എന്നിട്ട് വീട്ടിൽ വന്ന് പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് ഞങ്ങൾ. വീട്ടിൽ വന്ന് പൂത്തിരിയും പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് മണ്ടയ്ക്കിരുന്ന് ഞങ്ങളുടെ കുറേ കുരുത്തക്കേട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു കള്ളത്തരമൊക്കെ കാണിച്ചു വീട്ടുകാരറിയാതെ. എന്നിട്ട് പൂത്തിരി കത്തിച്ചു. അപ്പോൾ അത്ര ഉള്ളായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ വ്ളോഗ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എനിക്ക് ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ ഗായ്സ്, ബൈ.